പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാൻ എന്ന വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിമാരോടായി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഉമ്മത്തികൾ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, നിരസിച്ചവരൊഴികെ. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, ആരാണ് നബിയെ നിരസിച്ചവർ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരമാണ് പറഞ്ഞത്: ആർ അള്ളാഹുവിനെ വിശ്വസിക്കുകയും എൻ്റെ ചട്ടം പിൻപറ്റുകയും ചെയ്യുന്നുവോ അവർ വിശ്വാസികളും, ആർ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും എൻ്റെ ചട്ടം പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവരാണ് നിരസിച്ചവർ, അല്ലെങ്കിൽ അവിശ്വാസികൾ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ള പല ആയത്തുകളും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറ നിസാ 69-ൽ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം: ആർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ അക്കൂട്ടർ യാതൊരുവരെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നുവോ അവരുടെ കൂട്ടത്തിലായിരിക്കും എന്ന്. അതെ, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെ അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. പ്രിയമുള്ളവരെ, ഈ സ്വഹാബിമാരും അല്ലെങ്കിൽ ശുഹദാക്കളും സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരും നമസ്കരിച്ചവരും എല്ലാമാണ്. നാമോ നമുക്കതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുകയും നബിചര്യ പിൻപറ്റുകയും നിർബന്ധ കർമ്മങ്ങൾ മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് നാം ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇപ്രകാരം കാണാം: അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരലും നടുവിരലും കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആർക്കാണോ 2 പെൺമക്കളുണ്ടാവുകയും അവരെ ധാർമ്മിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നല്ല സ്വഭാവത്തോടു കൂടി വളർത്തുകയും ചെയ്യുന്നുവോ അവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ കൂട്ടിപ്പിടിച്ച് പറയുകയുണ്ടായി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് നിർബന്ധ കർമ്മങ്ങൾ മുറപ്രകാരം അനുഷ്ഠിച്ചുകൊണ്ട് യതീമുകളെ സംരക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തിക്കൊണ്ട് മുന്നേറി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.